ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് ബയോളജിയിലെ പുതിയ ഒരു ടോപ്പിക്കായിട്ടുള്ള പ്ലാന്റ് ടിഷ്യൂ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ടർബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുവാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതെല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്കിന്ന് ടോപ്പിക്കിലോട്ട് കടക്കാം. പ്ലാന്റ് ടിഷ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂ ഇതിൽ എന്താണ് ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് പ്ലാന്റ് ടിഷ്യൂ. അതുപോലെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടെ പറഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പം പ്ലാന്റ് ടിഷ്യൂ എന്ന് പറയുന്നത് പൊതുവേ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന് അനുസരിച്ചിട്ട് അവർ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് പ്ലാന്റ് ടിഷ്യൂവിനെ. ഓക്കെ, അപ്പം ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിഷ്യൂ കുറേ സെല്ലുകൾ കൂടി ചേർന്നിരിക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ടിഷ്യൂസ് കൂടി ചേരുമ്പോൾ നമ്മൾ ഓർഗൻസ് എന്ന് പറയും. ഓർഗൻസ് കൂടി ചേരുമ്പോൾ നമ്മൾ ഓർഗൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ പ്ലാന്റ് ടിഷ്യൂ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂ രണ്ട് ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം ഭയങ്കരമായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടില്ല. എന്നാൽ ഇതിന് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോർഷൻസ് നോക്കാം. പ്ലാന്റ് ടിഷ്യൂ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നോക്കിയേ, മെരിസ്റ്റം അതുപോലെ തന്നെ പെർമനൻറ്റ്. മെരിസ്റ്റമാറ്റിക് എന്ന് പറയാം, അല്ലെങ്കിൽ മെരിസ്റ്റം എന്ന് പറയാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും അതുപോലെ തന്നെ എന്താണ് പെർമനൻറ്റ് ടിഷ്യൂ. ഇങ്ങനെ രണ്ടായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, പ്ലാന്റ് ടിഷ്യൂസിനെ പൊതുവേ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവരുടെ ഫങ്ഷൻ അനുസരിച്ചാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ പെർമനൻറ്റ് ടിഷ്യൂവിന് എന്തില്ല, ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയോ കേപ്പബിലിറ്റിയോ ഒന്നുമില്ല. ഇപ്പം ഒരു ചെടി വളർന്നു വരുവാണ്, അതിന് എന്ത് ചെയ്യണം, പൊക്കം വെക്കണം. പൊക്കം വെച്ചിട്ട് അതിനനുസരിച്ചുള്ള എന്തും ഉണ്ടാവണം, അതിനൊരു വിത്ത് അല്ലെങ്കിൽ വണ്ണമൊക്കെ ഉണ്ടാവണ്ടേ. അപ്പം ഇത് ചുമ്മാ ആവോ? ഇല്ല. സെൽ ഡിവിഷൻ വഴി, ഗ്രോത്ത് വഴി മാത്രമേ ഹൈറ്റും വിത്തൊക്കെ വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് സെൽ ഡിവിഷൻ നടക്കണം, സെൽസ് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് ആരെന്ന് പറയുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ആ ഡിവൈഡിങ് കേപ്പബിലിറ്റി ആർക്കില്ല, പെർമനൻറ്റ് ടിഷ്യൂവിനില്ല. ഓക്കെ, പക്ഷേ പെർമനൻറ്റ് ടിഷ്യൂവിന് വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ട്രീക്ക് അല്ലെങ്കിൽ പ്ലാന്റിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. അപ്പം അതൊക്കെ നമ്മൾ ഇനി അടുത്ത് വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ നോക്കും. ഓക്കെ, അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്? ടിഷ്യൂസ് ദാറ്റ് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ് ആർ കോൾഡ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവരെ കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാന്റ്സിൻ്റെ ഗ്രോയിങ് പാർട്സിലാണ്. പ്ലാന്റ്സ് വളർന്നു വരുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, സെൽ ഡിവിഷൻ നടന്ന ഏരിയ, ഗ്രോയിങ് പാർട്ടെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെയാണ് ഇവരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പം ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉള്ളവരെയാണ് നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. പാർട്ടിൻ്റെ വളരുന്ന ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് ഈ ടിഷ്യൂവിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് പെർമനൻറ്റ് ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ദാറ്റ് ലാക്ക് ദ എബിലിറ്റി ടു ഡിവൈഡ്. പെർമനൻറ്റ് ടിഷ്യൂ, അവർക്ക് എന്തില്ല, ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അവരുടെ മെയിൻ ഫങ്ഷൻ എന്തുവാന്ന് വെച്ചാൽ എന്താണ്, പ്ലാന്റ്സ് ഗെറ്റ് മെക്കാനിക്കൽ സപ്പോർട്ട് ത്രൂ പെർമനൻറ്റ് ടിഷ്യൂ. പ്ലാന്റിന് വേണ്ടുന്ന സപ്പോർട്ട്, സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം കിട്ടുന്നത് ആര് വഴിയാണ്? പെർമനൻറ്റ് ടിഷ്യൂ വഴിയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഈ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു കേപ്പബിലിറ്റി അനുസരിച്ചാണ് ഇവരെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂ. ഓക്കെ, ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, പെർമനൻറ്റ് ടിഷ്യൂവിലും കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കണം. ഓക്കെ, നോക്കിയേ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഗ്രോയിങ് പാർട്സിലാണ് കാണുന്നത്. അവരുടെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇവരുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ സെൽസ് എല്ലാം എന്താണ്, അത്യാവശ്യം നല്ല കോമ്പാക്ട്ലി പാക്ക്ഡ് ആണ്. എന്ന് വെച്ചാൽ നല്ല ഞെരുങ്ങിയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ആർക്ക്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിന്. ഓക്കെ, ദേ ആർ യൂഷ്വലി കോമ്പാക്ട്ലി അറേഞ്ച്. നല്ല സെല്ലുകളെല്ലാം നല്ല അടുങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ്, അതിനെയാണ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസ് തീരെ കുറവാണ് ആർക്കെന്ന് പറയുന്നത്, നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കത് നോക്കണം.
ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടർബോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള 2 കോൺടാക്റ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലോട്ട് പോവാം. നോക്കിയേ, ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സെല്ലുകളെല്ലാം നല്ല കൂടിച്ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 2 സെല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് ആയിട്ടുള്ള ഇൻ്റർസെല്ലുലാർ സ്പേസ് തീരെ കുറവാണ്. ഓക്കെ, അത് മാത്രമല്ല കുറച്ച് സ്പെഷ്യാലിറ്റീസും കൂടെ ഉണ്ട്. സൈറ്റോപ്ലാസം, ശ്രദ്ധിക്കുക ഒരു സെക്കൻഡ്, സൈറ്റോപ്ലാസം, വാക്യൂൾസ്, ന്യൂക്ലിയസ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് സൈറ്റോപ്ലാസം? ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിൽ നമ്മൾ വരയ്ക്കുന്നത് എന്താണ്, ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ ഈ പുറമേ ഉള്ള ലെയർ നമ്മൾ സെൽ മെംബ്രൈൻ എന്ന് പറയും. സെൽ മെംബ്രൈൻ. ഇത് ഞാൻ ഇപ്പോൾ ഒരു അനിമൽ സെല്ലാണ് വരച്ചേക്കുന്നത്. പ്ലാന്റ് സെല്ലാണെങ്കിലോ, പ്ലാന്റ് സെല്ലാണെങ്കിൽ ഒരു ലെയറും കൂടെ വരും. ഇത് നമുക്ക് സെൽ മെംബ്രൈൻ എന്ന് പറയാം, ഒരു ലെയറും കൂടെ വരും. പ്ലാന്റ് സെല്ലാണെങ്കിൽ ഒരു ലെയറും കൂടെ വരും. ആ ലെയറിനെ നമ്മൾ പറയുന്നത് സെൽ വോൾ. ഓക്കെ, അപ്പം ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസം ആണ് പറയുന്നത്. എന്താണ്, ന്യൂക്ലിയസിൻ്റെയും ഈ സെൽ മെംബ്രെയിൻ്റെ ഇടയിലായിട്ട് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിറച്ച് ഫ്ലൂയിഡാണ്. ഞാൻ ഈ നടുക്ക് വരച്ചേക്കുന്നത് എന്താണ്, ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയിലുള്ള ഫ്ലൂയിഡിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സൈറ്റോപ്ലാസത്തിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും വാക്യൂൾസ്. ഓക്കെ, എന്തിനാണ് വാക്യൂൾസ് എന്ന് പറയുന്നത്, ബാക്കി വരുന്ന വേസ്റ്റ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാക്യൂൾസ് ഉള്ളത്. പിന്നെ സെൽ വോൾ ഞാൻ പറഞ്ഞു, എന്താണ്, പ്ലാന്റ് സെല്ലിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ സെൽ വോൾ എന്ന് പറയുന്നത്. അതുപോലെ ന്യൂക്ലിയസ് ഞാൻ പറഞ്ഞു, സെൻറ്ററിലുള്ള ഏറ്റവും വലിയ സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പറയാൻ നേരത്ത് ഈ പറഞ്ഞ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. ആ സൈറ്റോപ്ലാസം ഡെൻസ് ആണ്, എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള സൈറ്റോപ്ലാസമാണ് ഉള്ളത്. വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്. ഞാൻ ഈ വരച്ച പോലെയല്ല, നോക്കിയേ, തീരെ ചെറുതാണ്. ഈ വാക്യൂൾസ് ഉണ്ടെങ്കിൽ അവരുടെ എണ്ണം തീരെ കുറവുമായിരിക്കും. ഇനി എങ്ങാനും ഉണ്ടെങ്കിൽ അവരുടെ സൈസും വളരെ ചെറുതായിരിക്കും. ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങാനും ഉണ്ടെങ്കിൽ വളരെ ചെറുതായിരിക്കും, എണ്ണവും കുറവായിരിക്കും. ഓക്കെ, സെൽ വോൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്, ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ വളരെ തിന്നായിട്ടുള്ള സെൽ വോളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനുള്ളത്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് നല്ല പ്രോമിനൻ്റ് ആണ്, എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല എടുത്ത് കാണാനായിട്ട്, എന്ന് വെച്ചാൽ മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ന്യൂക്ലിയസിനെ നല്ല എടുത്ത് കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ സ്പെഷ്യാലിറ്റിയാണെന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്, സെൽസിന് നല്ല ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്, വളരെ ചെറിയ വാക്യൂൾസ്, എണ്ണവും കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെൽ വോൾ എന്തായിരിക്കും, തിന്നായിരിക്കും. അതുപോലെ ന്യൂക്ലിയസ് നല്ല പ്രോമിനൻ്റ് ആയിട്ട് എടുത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അവർ ഒരു ടൈം കഴിയുമ്പോൾ അവരുടെ ഡിവൈഡിങ് കേപ്പബിലിറ്റി അവർക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരെന്തായിട്ട് മാറാറുണ്ട്, അവർ പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറാറുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, പ്ലാന്റ് ടിഷ്യൂ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, മെരിസ്റ്റമാറ്റിക്കും ഉണ്ട്, പെർമനൻറ്റും ഉണ്ട്. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഡിവൈഡിങ് എബിലിറ്റി അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവരെന്തായി മാറും, അവർ പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മളൊരു ചെടി എടുത്തു കഴിഞ്ഞാൽ ചെടിയിൽ നമ്മൾ പൂക്കൾ കാണാറുണ്ട്, മൊട്ട് കാണാറുണ്ട്, ലീവ്സ്, ഇലകൾ, അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ആരാണ്, എവിടെയെങ്കിലും ഒരു സെൽ ഡിവിഷൻ നടന്നാലല്ലേ ഇങ്ങനത്തെയൊക്കെ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം സത്യം പറഞ്ഞാൽ പ്ലാന്റ് ടിഷ്യൂവിൽ നമ്മൾ ആരാണ് ഈ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ആരാണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണ് നമുക്ക് ഈ പല സ്ട്രക്ചേഴ്സായിട്ട് കാണാൻ പറ്റുന്നത്, പെർമനൻറ്റ് ടിഷ്യൂവിനെ അല്ല. ഓക്കെ, അപ്പോൾ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ ചെടിയിലെ പല സ്ട്രക്ചേഴ്സായിട്ട് നമ്മൾ കാണുന്നതെല്ലാം ആരെയാണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെയാണെന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അവർക്ക് ഡിവൈഡിങ് കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പം ഒരു ചെടി വളരുന്ന ആ ഒരു ഏരിയയിലായിരിക്കും ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരുടെ സൈറ്റോപ്ലാസം നല്ല കട്ടിയുള്ളതാണ്, വാക്യൂൾസ് ചെറുതാണ്, സെൽ വോളും വളരെ തിന്നാണ്, ന്യൂക്ലിയസ് നല്ല പ്രോമിനൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്തായി മാറാറുണ്ട്? പെർമനൻറ്റ് ടിഷ്യൂ ആയിട്ട് മാറാറുണ്ട്. ഇനി ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ അതിലെ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ലീവ്സ് ഒക്കെ ആയിട്ട് മാറുന്നത് ആക്ച്വലി ആരാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സൈറ്റോപ്ലാസത്തിൻ്റെ കാര്യവും വാക്യൂളിൻ്റെ കാര്യം, സെൽ വോളിൻ്റെ കാര്യമൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡിവൈഡിങ് കേപ്പബിലിറ്റി ഉള്ള പ്ലാന്റ് ടിഷ്യൂ ഏതാണെന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ തന്നെ എന്താണ്? സെൽ ഡിവിഷൻ നടത്തുക. സെൽ ഡിവിഷൻ നടത്തുന്ന വഴി എന്താണ്? ലെങ്തും ഗ്രിഡ്ത്തും കൂട്ടുക എന്ന് വെച്ചാൽ പൊക്കവും വണ്ണവും കൂട്ടുക. ഒരു ചെടിയുടെ അല്ലെങ്കിൽ ട്രീൻ്റെ ഹൈറ്റും ഗ്രിഡ്ത്തും കൂട്ടുകയാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദീസ് സെൽസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ലെങ്ത് ആൻഡ് ദ ഗ്രിഡ്ത്ത് ഓഫ് ദ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ലെങ്തും ഗ്രിഡ്ത്തും കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇവരെ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിന് ഗ്രോയിങ് വളർച്ച ഉണ്ടാകുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവരെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇനി ആ വളർച്ചയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ്? പൊസിഷൻ. അപ്പം അവരുടെ പൊസിഷൻ അനുസരിച്ച് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3 നമ്മൾ ഇനി നോക്കാനായിട്ട് പോവുകയാണ്. അതിൽ തന്നെ എപ്പിക്കൽ മെരിസ്റ്റമാണ് ഫസ്റ്റ്. എപ്പിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പിക്കൽ, അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ടിപ്പ്, ഏറ്റവും ടിപ്പ് പോർഷനിലുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ടിപ്പെന്ന് പറയുമ്പം ഒരു ചെടി വളർന്നു വരുന്ന ആ ടിപ്പ്, ആ ഒരു ഷൂട്ടിൻ്റെയും ടിപ്പാവാം, അല്ലെങ്കിൽ വേരിൻ്റെ റൂട്ടിൻ്റെയും ടിപ്പാവാം. ഓക്കെ, അപ്പം ഒരിക്കലും വിചാരിക്കൽ സ്റ്റെമ്മിൻ്റെ മാത്രം ടിപ്പാണെന്ന് വിചാരിക്കൽ. റൂട്ടിനും നീളം വെക്കണമല്ലോ, റൂട്ടിനും നല്ല നീളം വെക്കണം. അപ്പോൾ ആ റൂട്ട് നീളം വെക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് ആര്? എപ്പിക്കൽ മെരിസ്റ്റം. മെയിൻലി ടിപ്പ് പോർഷനിൽ കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം. ഇപ്പം നമ്മൾ മുടി വളരുന്ന പോലെ അല്ലല്ലോ ചെടി വളരുന്നത്. മുടി എങ്ങനെയാണ്? നമ്മുടെ വേരിന്നെയാണ് വളർന്നു വരുന്നത്. പക്ഷേ ചെടി എങ്ങനെയാണ് വളരുന്നത്? ചെടി ആ ഒരു തുമ്പ്, ആ ഒരു അറ്റത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ചെടി വളർന്നു വരുന്നത്. അവിടെയാണ് സെൽ ഡിവിഷൻ നടന്നിട്ട് വളർന്നു വരുന്നത്, അല്ലാതെ അടിയിൽ നിന്നല്ല വളർന്നു വരുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും ടിപ്പ് പോർഷനിലാണ് എന്ത് വേണ്ടത്? എപ്പിക്കൽ മെരിസ്റ്റം വേണ്ടത്. കാരണം സെൽ ഡിവിഷൻ നടത്തി എന്ത് ചെയ്യണം? നീളം കൂട്ടണം. ഓക്കെ, അപ്പം എപ്പിക്കൽ മെരിസ്റ്റം എന്താണ്? ദേ ആർ പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ്. റൂട്ടിൻ്റെയും ഷൂട്ടിൻ്റെയും ടിപ്പിലായിട്ടാണ് ഏത് കാണുന്നത്? എപ്പിക്കൽ മെരിസ്റ്റം. ഇവരുടെ ഫങ്ഷൻ ഞാൻ പറഞ്ഞ പോലെ എന്താണ്? ഹൈറ്റ് വെക്കുക. പ്ലാന്റിന് അവരുടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? എപ്പിക്കൽ മെരിസ്റ്റമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഇന്റർകാലറി മെരിസ്റ്റം. അടുത്തത് എന്താണ്? ഇന്റർകാലറി മെരിസ്റ്റം. നോക്കിയേ, ഇതൊരു ചെടിയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഇവിടെ ഒരു ലീഫ്, വീണ്ടും ഒരു ലീഫ്. ഓക്കെ, അപ്പോൾ ഒരു ചെടിയിൽ ലീഫ് വരുന്ന ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നോഡ്. അടുത്ത നോഡിൽ നിന്നായിരിക്കും അടുത്ത ലീഫ്. അപ്പോൾ ഓരോ നോഡിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? ലീഫ് റൈസ് ചെയ്ത് വരുന്നത്. 2 നോഡുകളുടെ ഇടയിലുള്ള സ്ഥലത്തെ നമ്മൾ പറയും ഇൻ്റർ നോഡ്. ഓക്കെ, അപ്പോൾ നോഡുകളിൽ നിന്നുമാണ് ലീഫ് വരുന്നത്. 2 നോഡുകളുടെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ ഇൻ്റർ നോഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇവിടെ ഇന്റർകാലറി മെരിസ്റ്റം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ലീഫിൻ്റെ ബേസിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻ്റർനോഡിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇൻ്റർനോഡിൽ കാണുക എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സെൽ ഡിവിഷൻ നടക്കും. ഇവിടെ ഇന്റർകാലറി മെരിസ്റ്റം കൊണ്ട് ഇവിടെ സെൽ ഡിവിഷൻ നടക്കും. എന്നിട്ട് 2 ലീഫിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? ഇന്റർകാലറി മെരിസ്റ്റം സഹായിക്കും. ഓക്കെ, ഒന്നുകിൽ ലീഫിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഇൻ്റർനോഡുകളിലായിട്ടായിരിക്കും ആരെ കാണുന്നത്? നമ്മുടെ
ഇൻ്റർകാലറി മെരിസ്റ്റത്തിനെ കാണുന്നത്. ഇവരുടെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇൻ്റർകാലറി മെരിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെച്ചൂർ ടിഷ്യൂസിൻ്റെ ഇടയിലും ആരെ കാണപ്പെടാറുണ്ട്? ഇൻ്റർകാലറി മെരിസ്റ്റത്തിനെ കാണാറുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ 2 മെരിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവും രണ്ടുപേരും ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇവരൊരിക്കലും വിഡ്ത്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കത്തില്ല, വണ്ണം കൂട്ടാൻ വേണ്ടി സഹായിക്കത്തില്ല. 2 മെരിസ്റ്റവും ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഒരു ലീഫിൻ്റെ ഈ ഒരു നമ്മൾ തണ്ടെന്നൊക്കെ പറയുമല്ലോ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പീറ്റിയോൾ. ലീഫിൻ്റെ പീറ്റിയോൾ, OLE, ഓക്കെ, OLE, പീറ്റിയോൾ. അപ്പം ലീഫിൻ്റെ ആ ഒരു തണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പീറ്റിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത് നമ്മൾ നോക്കാൻ പോവുകയാണ് ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ അതിലെ വാക്കിൽ തന്നെയുണ്ട്. എന്താണ്? ഇപ്പോൾ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 വശത്തായിട്ട് ഉള്ള മെരിസ്റ്റമാണ് ഏതെന്ന് പറയുന്ന ലാറ്ററൽ മെരിസ്റ്റം. സ്റ്റെം ആയിക്കോട്ടെ റൂട്ട് ആയിക്കോട്ടെ 2 വശത്ത് ഉള്ള മെരിസ്റ്റം അല്ലെങ്കിൽ ടിഷ്യൂനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ 2 വശത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇത് സഹായിക്കുന്നത്? ഇതെന്ത് ചെയ്യും? ഇവിടെ സെൽ ഡിവിഷൻ നടത്തി എന്ത് ചെയ്യും? ഇതിൻ്റെ വണ്ണം കൂട്ടുവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഗ്രിത്ത് അല്ലെങ്കിൽ വിത്ത് കൂട്ടുവാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വുഡി ആക്സസ്, വുഡൊക്കെ ഫോം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലാറ്ററൽ മെരിസ്റ്റമാണ്. അതേപോലെ തന്നെ പ്ലാന്റിൻ്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റം ലെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ലാറ്ററൽ മെരിസ്റ്റം വിത്ത് അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. ലെങ്ത് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി വണ്ണം കൂട്ടാൻ തിക്നെസ് കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ എപ്പിക്കൽ മെരിസ്റ്റവും ഇൻ്റർകാലറി മെരിസ്റ്റവും പ്രൈമറി ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പ്രൈമറി മെരിസ്റ്റം എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി ലാറ്ററൽ മെരിസ്റ്റം സെക്കൻഡറി ഗ്രോത്തിനാണ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ എന്തെന്ന് പറയാറുണ്ട്? സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയാറുണ്ട്. അപ്പോൾ എപ്പിക്കലിനെയും ഇൻ്റർകാലറിനെയും പ്രൈമറി മെരിസ്റ്റം എന്നും സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയുന്ന ആരെയാണ്? ലാറ്ററൽ മെരിസ്റ്റത്തിനെയാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ എന്തായി? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. 3ഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരെയാണ്? പെർമനൻറ്റ് ടിഷ്യൂ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പെർമനൻറ്റ് ടിഷ്യൂ ഓൾറെഡി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഡു നോട്ട് ജനറേറ്റ് ഡിവൈഡ് ഫർദർ എന്ന് വെച്ചാൽ അവർ ഡിവൈഡ് ചെയ്യത്തില്ല. പെർമനൻറ്റ് ടിഷ്യൂ 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. ഇപ്പം എല്ലാ സെല്ലുകളും ഒരുപോലെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ സിമ്പിൾ ടിഷ്യൂ എന്ന് പറയും. ഇനി ഇപ്പോൾ സെല്ലുകളെല്ലാം പലതും പല ടൈപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളതിന് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ടിഷ്യൂവിൽ വരുന്നതാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഇമ്പോർട്ടൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിക്കൽ ടിപ്പ് പോർഷനിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലാറ്ററൽ സൈഡ്സിൽ കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ ഇവരുടെ സെല്ലുകളെല്ലാം ഒരുപോലെയാണ് ഏകദേശം. എന്ന് വെച്ചാൽ പാരൻ കൈമ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിലെ സെൽസ് എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. കോളൻ കൈമ എടുത്തു കഴിഞ്ഞാൽ കോളൻ കൈമയുടെ ഉള്ളിലുള്ള എല്ലാ സെൽസും ഒരുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ടിഷ്യൂ. ഇപ്പം നമ്മൾ സൈലോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടിഷ്യൂവിലെ എല്ലാ സെൽസും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. പലതും പല ഷേപ്പായിരിക്കും, പല സ്ട്രക്ചറായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കിയേ, പെർമനൻറ്റ് ടിഷ്യൂസ് ഹാവിങ് ഓൾ സെൽസ് സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആർ കോൾഡ് സിമ്പിൾ ടിഷ്യൂ. പെർമനൻറ്റ് ടിഷ്യൂ ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂ. ഓക്കെ, ഒരുപോലത്തെ ആണെങ്കിൽ സിമ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ആണെങ്കിൽ കോംപ്ലക്സ്. സിമ്പിളിൽ വരുന്നതാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. കോംപ്ലക്സിൽ വരുന്നതാണ് സൈലോം, ഫ്ലോയും. ഓക്കെ, ഇതിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പാരൻ കൈമയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഫ്ലോയും കൂടെ ഫ്ലോയം വരെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ടിഷ്യൂ ടോപ്പിക്ക് കഴിയും. ഓക്കെ, ഇതിൽ നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഏതാണ്? പാരൻ കൈമ.
നോക്കിയേ, പാരൻകൈമയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ ഒരു സെൻട്രൽ വാക്യൂളുണ്ട്. ഇതിപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ഇവർക്ക് എന്താണ് ഏകദേശം ഒരു സെൻട്രൽ പോർഷനിലായിട്ട് എന്തുണ്ട്, ഒരു വലിയ സെൻട്രൽ വാക്യൂൾ ആർക്കുണ്ട്, പാരൻകൈമയ്ക്കുണ്ട്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിൽ എന്തുണ്ട്, ഒരു വലിയ സെൻട്രൽ വാക്യൂളുണ്ട്. അത് മാത്രമല്ല, ഈ സെൽസ് അറേഞ്ച് ചെയ്തേക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇവരുടെ ഇടയിലുണ്ട്. നമ്മൾ ഈ പറയുന്ന ടിഷ്യൂസിലെല്ലാത്തിലും അത്യാവശ്യം ഇൻ്റർസെല്ലുലാർ സ്പേസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ആരാണ്, പാരൻകൈമയാണ്. ബാക്കി എല്ലാവരും നല്ല ഞെരുങ്ങിയായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻ്റർസെല്ലുലാർ സ്പേസേ കാണത്തില്ല. അപ്പം അത്യാവശ്യം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ ഇത്തിരിയെങ്കിലും എന്താണ് ഒരു ഇൻ്റർസെല്ലുലാർ സ്പേസ് ഉള്ളത് ആർക്കാണ്, പാരൻകൈമയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ലാർജ് സെൻട്രൽ വാക്യൂൾ എന്ന് പറയുന്ന പാരൻകൈമയുടെ ഒരു എന്താണ് ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇവർക്ക് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ളവരെ വെച്ച് കമ്പാരിറ്റീവ്ലി ഇവർക്ക് എന്താണ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പാരൻകൈമയുടെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ദേ ആർ ടൈറ്റ്ലി പാക്ഡ്, മേ ഹാവ് സ്മോൾ ഇൻ്റർസെല്ലുലാർ സ്പേസ്. നമ്മളങ്ങനെ പറയുന്നെങ്കിലും എന്താണ് സ്മോൾ ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും എന്താണ് സ്മോൾ ഇൻ്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നെങ്കിലും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവർക്ക് കുറച്ച് സ്പേസ് കൂടുതലാണെന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ടൈറ്റ്ലി പാക്ഡ് ഒക്കെ തന്നെയാണ്, എന്നാലും ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടെ സ്പേസ് കൂടുതലാണെന്ന് ഓർത്തിരിക്കുക. കാരണം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇൻ്റർസെല്ലുലാർ സ്പേസ് കൂടുതൽ ആർക്കാണ്, പാരൻകൈമയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ കാട്ടിയും ആർക്കുണ്ട്, നമ്മുടെ പാരൻകൈമ ടിഷ്യൂസിനുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ ഫങ്ഷൻ എന്തുവാന്ന് വെച്ചാൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പാരൻകൈമ നിങ്ങൾക്ക് അറിയാലോ എന്താണ്, പ്ലാന്റിലെ ടിഷ്യൂവിനെ പറ്റിയാണ് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവർക്ക് എന്തുണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. സെല്ലിലെ കിച്ചൺ എന്നറിയപ്പെടുന്നത് ആരാണ്, ക്ലോറോപ്ലാസ്റ്റിനെയാണ്. ഇവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും, ഫോട്ടോസിന്തസിസ് നടത്തും. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോറോപ്ലാസ്റ്റിൽ ഒരു പച്ച പിഗ്മെൻ്റ് ഉണ്ട്, ക്ലോറോഫിൽ. ആ ക്ലോറോഫിൽ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഒരു കൺവേർഷൻ അവിടെ നടക്കുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മെയിൻലി പാരൻകൈമയുടെ ഫങ്ഷൻ എന്തോന്ന് വെച്ചാൽ എന്താണ്, ഫുഡ് പ്രിപ്പറേഷനാണ്, ഫുഡ് മാനുഫാക്ചർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി പാരൻകൈമ വാട്ടർ പ്ലാന്റ്സിൻ്റെ കേസിൽ, വാട്ടർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, വെള്ളത്തിൽ ഉള്ള പ്ലാന്റ്സ്. അപ്പം വെള്ളത്തിൽ പൊന്തിക്കിടക്കുമല്ലേ പ്ലാന്റ്സ്, അവരെങ്ങനെയാണ് പൊന്തിക്കിടക്കുന്നത്, അവർക്ക് സെല്ലിൻ്റെ ഇടയിലായിട്ട് എയർ ക്യാവിറ്റീസ് ഉണ്ട്. ആ എയർ ക്യാവിറ്റീസ് കൊണ്ടിട്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വെള്ളത്തിൽ പൊന്തിക്കിടക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ആ എയർ ക്യാവിറ്റീസ് ഉള്ള പാരൻകൈമാറ്റിക് സെൽസിനെ നമ്മൾ എന്തെന്ന് പറയും, ഏറൻകൈമ എന്ന് പറയും. ഓക്കെ, അപ്പോൾ വാട്ടർ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പാരൻകൈമേനെ പറയുന്നത് എങ്ങനെയാണ്, ഏറൻകൈമ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആരെപ്പറ്റി ഓർത്തിരിക്കുക, പാരൻകൈമയെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്, ഇവർക്ക് ഒരു ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസ് ബാക്കിയുള്ളവരെ കമ്പാരിറ്റീവ്ലി ഇൻ്റർസെല്ലുലാർ സ്പേസ് കുറച്ചുകൂടെ കൂടുതലാണെന്ന് ഓർത്തിരിക്കുക. ടൈറ്റ് തന്നെയാണ്, ചെറിയ ഇൻ്റർസെല്ലുലാർ സ്പേസ് തന്നെയാണ്, പക്ഷേ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൂടെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ഫോട്ടോസിന്തസിസ് നടത്തും, ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇതാണ് ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ടർ പ്ലാന്റ്സിൻ്റെ കേസിൽ പാരൻകൈമയിൽ എയർ ക്യാവിറ്റീസ് ഉണ്ട്, എയർ കയറിയിരിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പാരൻകൈമേനെ നമ്മൾ എന്തെന്നും പറയും, ഏറൻകൈമ എന്നും പറയും. ഓക്കെ, അപ്പോൾ പാരൻകൈമ കഴിഞ്ഞു. നമ്മളിനി പറയാൻ പോകുന്നത് കോളൻകൈമയാണ്. ഓക്കെ, കോളൻകൈമയുടെ പടമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പടമാണ് ഇവിടെ കൊടുത്തത്. ഈ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ ഒന്നും എന്തില്ല, ഇൻ്റർസെല്ലുലാർ സ്പേസേ ഇല്ല. നോക്കിയേ, ഇത് ഒരു സെല്ലാണ്, ആ സെല്ലിനോട് ചേർന്നിരിക്കുവാണ് അടുത്ത സെല്ല്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല, ഇവർക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസേ ഇല്ല. ദേ ഡു നോട്ട് ഹാവ് ഇൻ്റർസെല്ലുലാർ സ്പേസ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇതെല്ലാം അവരുടെ കോർണേഴ്സാണ്, സെല്ലിൻ്റെ കോർണറുകൾ. ഇതിൽ 6 വശമുള്ള ഒരു സെല്ലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ 6 വശത്തും 6 കോർണേഴ്സ് നോക്കിയേ, 1 2 3 4 5 6 കോർണേഴ്സും കുറച്ച് തിക്കായിട്ട് കട്ടിക്ക് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നോക്കിയേ, തിക്കുണ്ട് കോർണേഴ്സ്, കട്ടിക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ കട്ടിക്ക് ഇരിക്കാനുള്ള കാരണം 3 കോമ്പൗണ്ട്സിൻ്റെ ഡെപ്പോസിഷൻ കൊണ്ടിട്ടാണ്.
എന്ന് വെച്ചാൽ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ, ഈ 3 സാധനങ്ങളുടെ ഡെപ്പോസിഷൻ കൊണ്ടിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, കോർണർ ഇങ്ങനെ തിക്കനായിട്ടിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇറഗുലാർ കോർണേഴ്സ് ഉള്ളത് ആർക്ക്, അല്ലെങ്കിൽ തിക്കണ്ട് കോർണേഴ്സ് ഉള്ളത് ആർക്കാണ്? കോളൻ കൈമയ്ക്കാണ് തിക്കണ്ട് കോർണേഴ്സ് ഉള്ളത്. ഓക്കെ, പാരൻ കൈമയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഫുഡ് പ്രിപ്പറേഷൻ ആണെന്ന്. അപ്പം ഇവിടെ കോളൻ കൈമയുടെ ഫംഗ്ഷൻ എന്തുവാന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക. ഇപ്പം എന്താണ്, ഓക്കെ, ഇപ്പം ഒരു ചെടി വളർന്നു വരുവാണ്, നല്ല ഒരു കാറ്റടിക്കുവാണ്, എന്താണ് നല്ല രീതിയിൽ അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ആ ചെടി തണ്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്റ്റെമ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, ഒടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊന്നും ഒടിയാതെ മാക്സിമം ഫ്ലെക്സിബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും, നമ്മുടെ കോളൻ കൈമ സഹായിക്കും. ഓക്കെ, അപ്പോൾ കോളൻ കൈമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 3 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? അവർക്ക് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ല, പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി അവരുടെ സെല്ലിൻ്റെ കോർണേഴ്സ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്, കാരണം 3 കോമ്പൗണ്ട്സിൻ്റെ ഡെപ്പോസിഷനാണ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻ. അതുപോലെ തന്നെ ഇവരുടെ ഫംഗ്ഷനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലെക്സിബിലിറ്റി ആരുടെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കോളൻ കൈമയുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക, മാക്സിമം ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ട് പ്ലാന്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കോളൻ കൈമയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു എന്താണ്, ന്യൂലി സ്റ്റെംസ് ആൻഡ് ലീഫ് പീറ്റോൾ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നത്, നേരത്തെ പറഞ്ഞായിരുന്നു. ലീഫിൻ്റെ ആ ഒരു തണ്ടിനെയാണ് നമ്മൾ പീറ്റോൾ എന്ന് പറയുന്നത്. പിന്നെ പുതിയ വരുന്ന സ്റ്റെമ്മ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക, അത് കോളൻ കൈമയുടെ ഫങ്ഷനാണ്. ഓക്കെ, അതുപോലെ എന്താണ് ഷേപ്പ് ഇപ്പം പല ഷേപ്പിൽ, എലിപ്റ്റിക്കലോ സ്പെറിക്കലോ മൾട്ടീസ് മീൻസ് പല ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഹെക്സണൽ ഷേപ്പാണെന്ന് പറഞ്ഞാൽ 6 വശമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോർണേഴ്സ് തിക്കണ്ടാണ്, സെല്ലുലോസ്, ഹെമിസെല്ലോസ്, പെക്റ്റിൻ കൊണ്ടിട്ട്, അതേപോലെ ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ല. ഇത്രയും കാര്യങ്ങൾ ആരെപ്പറ്റി ഓർത്തിരിക്കുക, കോളൻ കൈമയെ പറ്റി ഓർത്തിരിക്കുക. അടുത്തത് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമയുടെ സെൽസ് നമ്മൾ പറഞ്ഞ പാരൻ കൈമയോ കോളൻ കൈമയോ പോലെയൊന്നും അല്ല, കുറച്ചുകൂടെ ഒന്ന് ലെങ്തി, നീണ്ടിട്ടാണ് ഇരിക്കുന്നത്, എലോങ്ങേറ്റഡ്, അതുപോലെ നാരോ, ചെറുതായിട്ടുള്ള സെൽസാണ് ആർക്കുള്ളത്, അത്യാവശ്യം നീളമുള്ള വീതി കുറഞ്ഞ സെൽസാണ് ആർക്കുള്ളത്, നമ്മുടെ സ്ക്ലീറൻ കൈമയ്ക്കുള്ളത്. സ്ക്ലീറൻ കൈമയ്ക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇവരുടെ സെൽ വോൾ എന്ത് കോമ്പൗണ്ട് വെച്ചിട്ടാണ് ഫോം ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ലിഗ്നിഫൈഡ് സെൽ വാൾസ് ഉള്ളത് ആർക്ക്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. തിക്ക്, നല്ല കട്ടിയുള്ള ലിഗ്നിഫൈഡ് സെൽ വാൾസ് ആണ് ആർക്കുള്ളത്, സ്ക്ലീറൻ കൈമയ്ക്ക്. ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വെച്ചിട്ടാണ് സ്ക്ലീറൻ കൈമയുടെ സെൽ വോൾ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവരുടെ സെൽസ് എന്താണ്, ഡെഡാണ്. സ്ക്ലീറൻ കൈമയുടെ സെൽസ് ഡെഡാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അവർക്ക് പ്രോട്ടോപ്ലാസം ഇല്ല. ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലെ മൊത്തം ഫ്ലൂയിഡിനെയാണ് പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ. ന്യൂക്ലിയസിന് പുറത്തുള്ളത് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും, ന്യൂക്ലിയസിനകത്തുള്ളത് ന്യൂക്ലിയോപ്ലാസം. രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയും. ഈ പ്രോട്ടോപ്ലാസം ആർക്കില്ല, സ്ക്ലീറൻ കൈമയ്ക്കില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഡെഡാണ്. ഡെഡ് ആവുമ്പോൾ തന്നെ ഓർത്തിരിക്കുക, ഇവരുടെ ഫങ്ഷൻ എന്തുവാന്ന് വെച്ചാൽ മരത്തിന് അല്ലെങ്കിൽ ട്രീസിന്, പ്ലാന്റ്സിന് വേണ്ടുന്ന അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും, മെക്കാനിക്കൽ സ്ട്രെങ്ത് സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്, സ്ക്ലീറൻ കൈമയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ക്ലീറൻ കൈമ കാണുന്നത് കോക്കനട്ട് നമ്മുടെ ഈ തേങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ടിൽ കാണുന്ന ടിഷ്യൂ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് കോക്കനട്ട് ഹസ്കിൽ കാണപ്പെടുന്ന ടിഷ്യൂ ഏതാണ്, സ്ക്ലീറൻ കൈമയാണ്. കോക്കനട്ട് ഹസ്കിൽ മാത്രമല്ല ടീ ലീവ്സ്, അതുപോലെ തന്നെ ഗുവ, സപ്പോട്ട, പിയർ, സബർജെല്ലി, അതേപോലെ സപ്പോട്ട, പേരയ്ക്ക. അപ്പം ഇതിലൊക്കെ നമ്മൾ കഴിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, തരി പോലെയുള്ള ആ പൾപ്പ്, ആ ഒരു ഫ്രൂട്ടിൻ്റെ പൾപ്പുണ്ടല്ലോ, അപ്പം അതിൽ ഉള്ള ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്, സ്ക്ലീറൻ കൈമയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കോക്കനട്ട് ഹസ്ക്, അതേപോലെ ടീ ലീവ്സിൽ, അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം പൾപ്പിൽ ഉള്ളത് ഏതാണ്, സ്ക്ലീറൻ കൈമയാണെന്ന് ഓർത്തിരിക്കുക.
അത് മാത്രമല്ല നമ്മൾ ഈ നട്ട്സൊക്കെ ഉണ്ടല്ലോ, നട്ട്സ് നമ്മൾ എങ്ങനെയാണ് ഒരു ഷെല്ല് പൊളിച്ചല്ലേ എടുക്കുന്നത്, ആ ഷെല്ലിൽ ഉള്ള ടിഷ്യൂ ഏതാണ്, അതും സ്ക്ലീറൻകൈമയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം സ്ക്ലീറൻകൈമയിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് 2 പോയിന്റ്സ്. ഏതൊക്കെയാണ്? ലിഗ്നിഫൈഡ് സെൽ വോൾ ഉള്ളത് ആർക്ക്? സ്ക്ലീറൻകൈമ. ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ ഏത്? അതും സ്ക്ലീറൻകൈമ. അതേപോലെ തന്നെ കോക്കനട്ട് ഹസ്കിൽ ഉള്ള ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? സ്ക്ലീറൻകൈമ. അതേപോലെ തന്നെ ഗുവ, സപ്പോട്ട, പിയ ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സിൻ്റെ പൾപ്പിലുള്ളത് എന്താണ്? സ്ക്ലീറൻകൈമയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ പെർമനൻറ്റ് ടിഷ്യൂവിലെ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസ് ആണ് നോക്കിയത്. പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഈ 3 ടിഷ്യൂസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് പറയാനുള്ളത് പെർമനൻറ്റ് ടിഷ്യൂവിൽ തന്നെ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ. അതിൽ 2 പേരാണുള്ളത്, സൈലോം, ഫ്ലോയോം. ഓക്കെ, അപ്പം കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസ് എല്ലാം പല ടൈപ്പിലാണ് ഇരിക്കുന്നത്, പല സ്ട്രക്ചറിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? ആർ മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ദീസ് വർക്ക് ആസ് എ യൂണിറ്റ്. ഓക്കെ, അതിൽ വരുന്നതാണ് ഏത്? സൈലോം, ഫ്ലോയും. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഫംഗ്ഷൻ ഞാൻ പറയാം. സൈലം എന്തിനാന്ന് വെച്ചാൽ മെയിൻലി വാട്ടർ, മിനറൽസ് ഒക്കെ എന്ത് ചെയ്യുക? റൂട്ട് വഴി വലിച്ചെടുത്ത് പ്ലാന്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ, പാർട്സിലെല്ലാം കൊണ്ടെത്തിക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സൈലത്തിൻ്റെ ഫംഗ്ഷൻ. ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീഫിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കും, ഫുഡ് ഉണ്ടാക്കി വെക്കും. ആ ഉണ്ടാക്കിയ ഫുഡ് പ്ലാന്റ്സിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കൊണ്ടെത്തിക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഫ്ലോയത്തിൻ്റെ ഫംഗ്ഷൻ. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരുടെയും ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷനാണ്. ഒരാൾ വെള്ളം കൊണ്ടുപോകുന്നു, മറ്റേ ആൾ എന്ത് കൊണ്ടുപോകുന്നു? ഫുഡ് എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നു. മെയിൻലി ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനാണ് അവരുടെ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെയാണ് അവർ എന്തെന്നറിയപ്പെടുന്നത്? വാസ്കുലാർ ബണ്ടിൽ, അല്ലെങ്കിൽ വാസ്കുലാർ പൂൾ, അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? സൈലത്തിനെയും ഫ്ലോയത്തിനെയാണ്. ഓക്കെ, അപ്പോൾ വാസ്കുലാർ ബണ്ടിൽ എന്ന് ചോദിച്ചാലും വാസ്കുലാർ പൂള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാസ്കുലാർ പൂൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സൈലത്തിനെയും ഫ്ലോയത്തിനെയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം സൈലം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ത്? ഇതൊരു പെർമനൻറ്റ് കോംപ്ലക്സ് ടിഷ്യൂ ആണ്. അതേപോലെ ഇതൊരു ടൈപ്പ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ ആണ്. കാരണം വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലോ ഫംഗ്ഷൻ. അതുപോലെ തന്നെ അവർ മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വാട്ടർ, മിനറൽസ് എവിടെ? ഫ്രം റൂട്ട്സ് ടു സ്റ്റെം ആൻഡ് ലീവ്സ്. സ്റ്റെമ്മിനും റൂട്ടിൽ നിന്നും സ്റ്റെമ്മിലും ലീഫിലും എല്ലാ ഭാഗത്തും കൊണ്ടെത്തിക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈലത്തിലെ എല്ലാ സെൽസും ഒരുപോലെ അല്ല. മെയിൻലി 4 ടൈപ്പ് സെല്ലുകളാണ് സൈലത്തിന് ഉള്ളത്. 4 ടൈപ്പ് സെല്ലുകൾ, പലതും പല ഷേപ്പിനാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രക്കീഡ്സ്. അതേപോലെ തന്നെ വെസൽസ്. ഇത് രണ്ടും 2 ഷേപ്പ് അല്ലേ? ഇതെല്ലാം പലതും പല ഷേപ്പിലാണുള്ളത്. ട്രക്കീഡ്സ്, വെസൽസ്. അതുപോലെ 2 എണ്ണവും കൂടെ ഉണ്ട്, സൈലം, പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. ഓക്കെ, ഇങ്ങനെ 4 ടിഷ്യൂ സെൽസ് ആണ് ആർക്കുള്ളത്? സൈലത്തിനുള്ളത്. ട്രക്കീഡ്സ്, വെസൽസ്, സൈലം പാരൻകൈമ, അതേപോലെ തന്നെ എന്താണ്? സൈലം ഫൈബേഴ്സ്. ഇതിൽ നമ്മുടെ സൈലം പൊതുവെ ഡെഡ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ പറഞ്ഞു, ആരായിരുന്നു? സ്ക്ലീറൻകൈമ. നമ്മുടെ സൈലോം ഡെഡാണ്. കാരണം സൈലം പാരൻകൈമ ഒഴികെ ബാക്കിയുള്ള ട്രക്കീഡ്സും വെസൽസും സൈലം ഫൈബേഴ്സും 3 പേരും ഡെഡാണ്. അപ്പം നമ്മുടെ ഒരു സൈലം എടുത്തു കഴിഞ്ഞാൽ സൈലത്തിൽ 4 ടൈപ്പ് സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞു, അതിൽ 3 എണ്ണം ഡെഡാണ്. അതുകൊണ്ട് തന്നെ സൈലം പൊതുവെ ഡെഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ സൈലം പാരൻകൈമ എന്താണ്? ലിവിങ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ഫ്ലോയത്തിന് നമ്മൾ ബാസ് എന്നും പറയാറുണ്ട്. ഇവരെന്ത് ചെയ്യും? ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ എന്ത് ചെയ്യും? ലീഫിൽ നിന്നും പല ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്യാരീസ് ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ സൈലം പറഞ്ഞ പോലെ തന്നെ ഫ്ലോയത്തിനും 4 ടൈപ്പ് സെല്ലുകളുണ്ട്. സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബേഴ്സ്, ഫ്ലോയം പാരൻകൈമ. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫ്ലോയം പാരൻകൈമയും അതേപോലെ തന്നെ കമ്പാനിയൻ സെൽസും ഒക്കെ വരുന്ന ഒരു പിക്ചർ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പ് സെല്ലുകളാണ് ആർക്ക് വരുന്നത്? ഫ്ലോയത്തിന് വരുന്നത്. ഇതിൽ
ഫ്ലോയം ലിവിങ് ആണെന്ന് ഓർത്തിരിക്കുക. ലിവിങ്, പക്ഷേ ഡെഡ് ആയിട്ടുള്ള ഒരാളുണ്ട്. ആരാണ്? ഫ്ലോയം ഫൈബർ. ഫ്ലോയം ഫൈബർ ഒഴികെ ബാക്കി 3 പേരും ലിവിങ് ആണ്. സീവ് ട്യൂബ് ആണെങ്കിലും കമ്പാനിയൻ സെല്ല്, അതേപോലെ ഫ്ലോയം പാരൻകൈമ, ഇത് 3 ലിവിങ് ആണ്. പക്ഷേ ഫ്ലോയം ഫൈബർ എന്താണ്? ഡെഡ് ആണ്. 3 പേര് ലിവിങ് ആയതുകൊണ്ട് തന്നെ ഫ്ലോയം പൊതുവെ എന്താണ്? ലിവിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? പ്ലാന്റ് ടിഷ്യൂ. പ്ലാന്റ് ടിഷ്യൂവിൽ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? 2 ടൈപ്പ് പ്ലാന്റ് ടിഷ്യൂസ് ആണുള്ളത്. മെരിസ്റ്റമാറ്റിക്കും ഉണ്ട്, പെർമനൻറ്റും ഉണ്ട്. ഓക്കെ, അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തായിരുന്നു? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തായിരുന്നു? ഡിവൈഡിങ് കേപ്പബിലിറ്റി ഉള്ളവരായിരുന്നു ഏതെന്ന് പറയുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അവരെ കാണപ്പെടുന്നത് എവിടെയാണ് അനുസരിച്ച് അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ. ടിപ്പ് പോർഷനിൽ കാണുന്നത് എപ്പിക്കൽ, ഇന്റർനോട്സിൽ കാണുന്നത് ഇന്റർകാലറി, 2 ലാറ്ററൽ വശത്തിൽ കാണുന്നത് എന്താണ്? ലാറ്ററൽ മെരിസ്റ്റം. ആദ്യത്തെ 2 പേര് എപ്പിക്കലും ഇന്റർകാലറിയും നീളം വെക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്, ലെങ്ത് വെക്കാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ പ്രൈമറി ഗ്രോത്തിന്. അതുകൊണ്ട് തന്നെ അവരെ പ്രൈമറി മെരിസ്റ്റം എന്ന് പറയുന്നു. ലാറ്ററൽ മെരിസ്റ്റം വണ്ണം, വീതി വെക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. സെക്കൻഡറി ഗ്രോത്തിനാണ് സഹായിക്കുന്നത്, അതുകൊണ്ട് സെക്കൻഡറി മെരിസ്റ്റം എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് ആരെയാണ്? പെർമനൻറ്റ് ടിഷ്യൂ. ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഒരുപോലെ ഇരിക്കുന്ന സെൽസ് ഉള്ളവരെ നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയും. ഇനി ഡിഫറെൻറ്റ് സെൽസ് ആണുള്ളെങ്കിൽ അതിനെ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ എന്ന് പറയും. സിമ്പിളിലുള്ളവരാണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പിന്നെ ഉള്ളത് സൈലവും ഫ്ലോയും. പാരൻകൈമയെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അവർക്ക് അത്യാവശ്യം എന്താണ്, ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻ്റർസെല്ലാർ സ്പേസ് ഉണ്ട്, ലാർജ് ഒരു സെൻട്രൽ വാക്യൂൾ ഉണ്ട്, അതുപോലെ ഫുഡ് പ്രിപ്പറേഷനാണ് ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. കോളൻകൈമയാണെങ്കിലോ, കോളൻകൈമയുടെ ഫങ്ഷൻ എന്തായിരുന്നു? അവരുടെ സെൽസ് എല്ലാം നല്ല അടുങ്ങിയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇൻ്റർസെല്ലാർ സ്പേസ് ഇവർക്കില്ല. കോർണേഴ്സ് നല്ല തിക്കണ്ടായിട്ടാണ് ഇരിക്കുന്നത്, കാരണം സെല്ലുലോസ്, സെമി സെല്ലോസ്, പെക്റ്റിൻ്റെ ഡെപ്പോസിഷൻ കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് എന്താണ്, ഇൻ്റർസെല്ലാർ സ്പേസ് ഇല്ല. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻ എന്താണ്? ഫ്ലെക്സിബിലിറ്റി. മാക്സിമം ഫ്ലെക്സിബിലിറ്റി കൊടുത്ത് ഒരു ചെടിക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. സ്ക്ലീറൻകൈമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? ലിഗ്നിഫൈഡ് സെൽ വോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവർ ഡെഡാണ്. ഓക്കെ, ഇവരെ കാണപ്പെടുന്ന എവിടെയാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. മെയിൻലി സപ്പോർട്ട് കൊടുക്കുകയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സ്ക്ലീറൻകൈമയുടെ. സൈലത്തിൻ്റെ ഫംഗ്ഷൻ, സൈലവും ഫ്ലോയത്തിനെയും ചേർത്തിട്ടാണ് വാസ്കുലർ പൂൾ എന്ന് പറയുന്നത്. സൈലം ഒരു പെർമനൻറ്റ് കോംപ്ലക്സ് ടിഷ്യൂ ആണ്, അതേപോലെ തന്നെ ഫ്ലോയും അത് തന്നെയാണ്. സൈലം വാട്ടർ മിനറൽസ് അബ്സോർബ് ചെയ്ത് എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നു, ഫ്ലോയം ഫുഡ് എല്ലായിടത്തും കൊണ്ടെത്തിക്കുന്നു. സൈലം ഡെഡാണ്, ഫ്ലോയം ലിവിങ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ 2 പേരെയും 4 സെൽസ്, എലമെൻസും കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. നിങ്ങൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് ചെയ്യുക? ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് എന്തായാലും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.